السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري، لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. സർവാദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിൽ വളരെയേറെ പവിത്രമായ മഹാന്മാരായ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന 17 രാവിൽ ആത്മീയമായ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള പവിത്രമായ വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം സമ്പൂർണമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ബുഖാരി ദഅവാ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരോടൊപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വന്ന് പല പരിപാടികളിലും, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഉസ്താദ് അവറുകളുടെ, അഹ്സനി ഉസ്താദ് അവറുകളുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ വേദികളിൽ പങ്കെടുക്കാനും സംസാരിക്കാനുമൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു തആല മഹാന്മാരായ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ഇൽമിന്റെയും ദീനിന്റെയും സേവനത്തിലായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിനു വേണ്ടി മുതഅല്ലിമുകളായ നമുക്ക് തണൽ നൽകാനും വിജ്ഞാനം പറഞ്ഞു തരാനും സ്ഥാപന പ്രസ്ഥാന മഹല്ല് സാരഥ്യങ്ങൾ നിർവഹിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ബദരീങ്ങളുടെ ചരിത്രം അനുസ്മരിക്കുമ്പോൾ
ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ചരിത്രപ്രധാനമായ ഒരു സംഭവത്തിന്റെ മുമ്പിലാണ് നാം ഉള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ആത്മാഭിമാനത്തോടെ എടുത്തു പറയാനും പ്രതാപത്തോടുകൂടി ഇസ്ലാമിക സമുദായത്തെ മുന്നോട്ട് നയിക്കാനും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട സമയത്തും അതിനെയെല്ലാം അതിജയിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ മഹനീയമായ കലിമത്തിനെ ലോകത്ത് സ്ഥാപിക്കുന്നതിൽ ഏറ്റവും ഉന്നതമായ സേവനം നിർവഹിച്ചവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ആദ്യകാല ജീവിതത്തിനിടയിൽ ഒരുപാട് ത്യാഗങ്ങളും പരീക്ഷണങ്ങളും അതിജീവിച്ചു. പിന്നീട് മദീനയിലേക്ക് വന്ന് ഇസ്ലാമിക ദഅവത്ത് തുടരുമ്പോൾ അവിടെയും അലോസരങ്ങളും ശല്യങ്ങളും വർദ്ധിച്ചു വന്നപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സത്യപ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിനു വേണ്ടിയും അരുതായ്മകളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയും തെറ്റുകളെ തിരുത്തുന്നതിനു വേണ്ടിയും ലോകത്തിന് മുഴുവനും വെളിച്ചം പകരുന്നതിനു വേണ്ടിയുമാണ് ബദർ ഉണ്ടായത്. ആനുകാലിക ആഗോള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളിൽ ബദർ എന്ന ചരിത്രം ഇസ്ലാം യുദ്ധം കൊണ്ട് പ്രചരിച്ചതാണ് എന്ന് പരിചയപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ലോകത്തുള്ള യുദ്ധത്തിന് മുഴുവൻ സമവാക്യങ്ങളെയും ചിന്തകളെയും മാറ്റിയെഴുതിക്കൊണ്ടാണ് ബദറിന്റെ ചരിത്രം നമ്മിലേക്ക് വരുന്നത്. കാരണം ലോകത്തൊരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഒന്നും കൃത്യമായ ചരിത്രത്തിലേക്കോ നീണ്ട ആമുഖത്തിലേക്കോ അല്ല ഞാൻ പ്രവേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഒരുപാട് വൈദേശികന്മാർ കടന്നു വന്നു. പല സ്ഥലങ്ങളിലും പള്ളികളിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ ജനങ്ങളെ പള്ളിയടക്കം ചുട്ടുകരിച്ചു കളഞ്ഞതായി വെസ്റ്റേൺ പാരസൈറ്റ്സ് എന്ന പുസ്തകത്തിൽ വിനിൻ പെരീരയും ജെറമി സീബ്രൂക്കും എഴുതിയിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഘട്ടങ്ങളിൽ പതിനായിരക്കണക്കിന് മനുഷ്യരെ ഇല്ലായ്മ ചെയ്തത് ചരിത്രം വായിച്ചാൽ ബോധ്യമാകുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ ഹൈന്ദവ കഥകളിൽ അവരുടെ രാഷ്ട്രീയ സംസ്ഥാപനങ്ങളിൽ അവരുടെ ഡൈനാസ്റ്റിയുടെ സ്ഥാപനത്തിനു വേണ്ടി രാജ്യങ്ങളെയും സമൂഹങ്ങളെയും തന്നെ ഇല്ലായ്മ ചെയ്തത് വായിക്കാൻ ഇടവരികയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തോട് അനുബന്ധിച്ച് നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുകയാണ്. വൈദേശികൻ ഈ രാജ്യത്തേക്ക് കടന്നു വരികയും പാവപ്പെട്ട ഇന്ത്യക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാരന്റെ മുഖത്തേക്ക് തോട്ട വലിച്ചെറിഞ്ഞവനും വൈദേശികന്റെ കഴുത്തുകൾ വാളുകൊണ്ട് വെട്ടിയെരിഞ്ഞവനും അവരുടെ ആയുധങ്ങൾക്ക് മുമ്പിൽ വെരിമാറ് കാണിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ചവരും ധീരോദാത്തമായി ദേശാഭിമാനികളായി ഇറങ്ങി യുദ്ധം ചെയ്ത് വിദേശിയെ അക്രമിയെ ഈ രാജ്യത്തെ അധീനപ്പെടുത്തിയവരെ കൊന്നുകളഞ്ഞവരെ കുറിച്ച് ഇന്നലെ നാം പറഞ്ഞത് കശാപ്പുകാരെന്നല്ല, കൊലയാളികൾ എന്നല്ല, വർഗീയവാദികൾ എന്നല്ല, തീവ്രവാദികൾ എന്നല്ല, ഭീകരവാദികൾ എന്നല്ല, വിധ്വംസകവാദികൾ എന്നല്ല,
നശീകരണകാരികൾ എന്നല്ല, എക്സ്ട്രീമിസ്റ്റുകൾ എന്നല്ല, ടെററിസ്റ്റുകൾ എന്നല്ല. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന വൈദേശികനെ കഴുത്തറുത്തും കാലുവെട്ടിയും ആയുധങ്ങൾ ഉപയോഗിച്ചും ഇല്ലായ്മ ചെയ്തവരെ നാം ഇന്നലെ അനുസ്മരിച്ചത് ധീരദേശാഭിമാനികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ്. അവർ ബ്രിട്ടീഷുകാരന് ചുടുചുംബനം കൊടുത്തതുകൊണ്ട് കിട്ടിയ പേരല്ല അത്. ആവശ്യമായപ്പോൾ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സമരക്കളത്തിലിറങ്ങി വൈദേശികന്റെ ആയുധങ്ങളെയും ആസ്ഥാനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ രക്തരൂക്ഷിതമായ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവരെയാണ് ദേശാഭിമാനികളും ദേശസ്നേഹികളും സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ഇന്നലെ നാം ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്തത്. അപ്പോൾ യുദ്ധം എന്ന കേവല കാഴ്ചപ്പാടല്ല, അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന ബോധമാണ് നമ്മിലേക്ക് വരേണ്ടത്. ഇതുപോലെ മഹാന്മാരായ ബദരീങ്ങൾ അവർ ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കടന്നുപോയവരല്ല, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി കേവലം ഒരു സൈന്യത്തെ നയിച്ചവരല്ല. ജന്മനാട്ടിൽ നിന്ന് ആക്രമണം ഒഴിവാക്കാൻ മറ്റൊരു നാട്ടിലേക്ക് മാറി സമാധാനപരമായി പ്രവർത്തനം നടത്തിയപ്പോൾ, അതും പാവപ്പെട്ടവരുള്ള മദീനയിലേക്ക് 450ഓളം കിലോമീറ്റർ ദൂരെ പോയി ഇസ്ലാമിക പ്രചരണം നടത്തിയപ്പോൾ അവിടെയും നിൽക്കാൻ അനുവദിക്കില്ല എന്ന് വന്നപ്പോ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിരോധമാണ് മഹാന്മാരായ സ്വഹാബ കിറാം ബദറിന്റെ താഴ്വരയിൽ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയുമുള്ള സമരം, ലോകത്ത് മുഴുവനും സമാധാനം പരത്തുവാനുള്ള സമരം, ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഇസ്ലാം കടന്നു വന്നതിന്റെ പേരിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ജവഹർലാൽ നെഹ്റുവിന്റെ സിന്തസിസ് ഈസ് അവർ ട്രഡിഷൻ എന്ന പുസ്തകം വായിക്കണം, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം വായിക്കണം. അവിടെയാണ് മുസ്ലിങ്ങളായ ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോഴുണ്ടായ മാറ്റങ്ങളെയും ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരുപാട് അനാശാസ്യ പ്രവണതകളെയും അക്രമകരമായ നിലപാടുകളെയും തിരുത്താൻ ഇസ്ലാം മതത്തിന്റെ ആഗമനം കൊണ്ട് ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ, അതോടൊപ്പം ചരിത്രപരമായി പാണ്ഡിത്യമുള്ള ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന വെപ്പാട്ടി സംസ്കാരങ്ങളെ എടുത്തുമാറ്റിയത്, ഹൈന്ദവ ചിന്താഗതിക്കാരുടെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ നിസ്വാതന്ത്ര്യം അവർക്ക് സ്വാതന്ത്ര്യം നൽകിയത്, അതുപോലെ ഒരുപാട് സാമൂഹികമായ രീതികളെ ശരിയുടെ വഴിയിലേക്ക് തിരുത്തിയെഴുതാൻ മുസ്ലിം സമുദായത്തിന്റെ ആഗമനം കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് വെട്ടിത്തുറന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേവലം അറബ് സമൂഹത്തിൽ മാത്രമല്ല, പാശ്ചാത്യന്റെയും പൗരസ്ത്യന്റെയും ഏഷ്യക്കാരന്റെയും യൂറോപ്പിന്റെയും ലോകത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും നടുവിൽ നീതിയുടെയും ന്യായത്തിന്റെയും സത്യത്തിന്റെയും ദീപശിഖയെ ഉയർത്തിപ്പിടിക്കുവാൻ നിസ്തുലമായ സേവനം ചെയ്യുന്ന ഒരു സാമൂഹിക രീതിയുടെ സംസ്ഥാപനമാണ് മഹാന്മാരായ ബദരീങ്ങൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങളെ അനുസ്മരിക്കേണ്ടത് ലോകത്തിന്റെ തന്നെ അനിവാര്യമായ ഒരു അനുസ്മരണമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കേവലം അറബ് രാജ്യങ്ങളെ മാത്രമല്ല, ഇന്ത്യയെ പോലെ ഒരുപാട് സംസ്കാര സമ്പന്നമായ രാജ്യങ്ങളെ അരുതായ്മകളിൽ നിന്ന് തിരുത്തി നേരിന്റെയും ന്യായത്തിന്റെയും വഴിയിലേക്ക് കൊണ്ടുവരുന്നതിൽ നിസ്തുലമായ സേവനങ്ങൾ ചെയ്യാൻ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞു. ആ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിനുള്ള അനിവാര്യമായ ചെറുത്തുനിൽപ്പായിരുന്നു ബദർ. ബദറിന്റെ ചരിത്രം അനുസ്മരിക്കുമ്പോ നിങ്ങൾക്കെല്ലാവർക്കും അതിന്റെ ചരിത്രകരമായ ഗതിയും യുദ്ധത്തിന്റെ ചിത്രങ്ങളും പഴയ കാലം മുതൽ കേട്ടുവരികയും ആഖ്യാനങ്ങളിലൂടെ അടുത്തറിയുകയും വ്യാഖ്യാനങ്ങളിലൂടെ വായിച്ചറിയുകയും വിശദീകരണങ്ങളിലൂടെ കേട്ടറിയുകയും ചെയ്ത ഒരുപാട് വിവരങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിന്റെ പവിത്രമായ ഒരു സൂക്തം ഇവിടെ ഉദ്ഘാടന വജസ്സായി പാരായണം ചെയ്ത് നിങ്ങൾ കേട്ടു. ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിങ്ങളെ സഹായിച്ചു. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്,
ബദറിന്റെ പവിത്രമായ താഴ്വരയിൽ നിന്നുകൊണ്ട് മഹാന്മാരായ സ്വഹാബ കിറാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. അവിടെ കേവലമായ സൈനിക മേധാവിത്വം കൊണ്ട് വിജയം വരിച്ചതല്ല, സൈനിക ബലം കൊണ്ട് വിജയം വരിച്ചതല്ല, ആയുധബലം കൊണ്ട് വിജയം വരിച്ചതല്ല, മറിച്ചോ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ വിശദമായ തലത്തിലേക്ക് കടക്കുകയാണ്. ലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ, പരിശുദ്ധമായ ബദറിന്റെ താഴ്വരയിൽ ബദറുൽ മുനീറായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങളെ സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു. ആയുധത്തിൽ മേൽക്കോമയില്ല, അംഗബലത്തിൽ മേൽക്കോയ്മയില്ല, സാഹചര്യങ്ങളിൽ ഉന്നതിയില്ല. എല്ലാം പ്രതികൂലമായ സാഹചര്യത്തിൽ നിങ്ങളെ നാം സഹായിച്ചു. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ എന്റെ യുവാക്കൾ കടന്നു വരേണ്ടത്. മഹാന്മാരായ ന്യൂനപക്ഷം വരുന്ന ശത്രു സൈന്യത്തിന്റെ 1/3 മാത്രമുള്ള ഇസ്ലാമിക സൈന്യം ആയുധത്തിന്റെ ബലം കൊണ്ടല്ല, അംഗത്തിന്റെ വാർദ്ധക്യം കൊണ്ടല്ല, എല്ലാത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് വിജയം വരിക്കാനുള്ള കാരണം ഒന്നാമതായി അവരുടെ അചഞ്ചലമായ ഈമാനായിരുന്നു. മഹാന്മാരായ സ്വഹാബ കിറാമിന്റെ ഇളകാത്ത ഈമാൻ, ഇടറാത്ത ഇടനെഞ്ച്, പതറാത്ത പാദം, മാറാത്ത മനക്കരുത്ത്, പണയം വെക്കാത്ത ആദർശബോധം, ഇതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്തിന് വിജയം വരിക്കാൻ കഴിഞ്ഞത്. ആനുകാലിക യുഗത്തിൽ ലോക ജനസംഖ്യയിൽ 26% മുസ്ലിം ലോകം മാറാൻ പോവുകയാണെന്ന് യൂറോപ്യൻ മീഡിയകൾ മുഴുവനും എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പോൾ നമ്മുടെ രാജ്യങ്ങൾ മുഴുവനും ഒരുപാട് പ്രതിസന്ധിയിലാണ്. ഈജിപ്തിലേക്ക് നോക്കിയാൽ ഇഖ്വാനുൽ മുസ്ലിമീന്റെ ആഭ്യന്തര സമരം, സിറിയയിലേക്ക് നോക്കിയാൽ രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾ, ബഹ്റൈനിലേക്ക് നോക്കിയാൽ ഷിയ വിഭാഗത്തിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ, സൗദി അറേബ്യയിലേക്ക് നോക്കിയാൽ ഷിയ വിഭാഗത്തിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ, അതുപോലെ കുവൈത്തിലേക്ക് വന്നാൽ അവിടെയും ന്യൂനപക്ഷത്തിന് ഭരണപക്ഷത്തിനെതിരെയുള്ള സമരം. ഇങ്ങനെ ഓരോ അറബ് രാജ്യങ്ങളിലും അപകടത്തിന്റെ സൂചനകളായി സമരത്തിന്റെ കാർമേഘങ്ങൾ ആഭ്യന്തര തലത്തിൽ തന്നെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുകയും ആഗോളതലത്തിൽ ഒരുപാട് സാമ്പത്തിന്റെ പിന്തുണയുണ്ടെങ്കിലും അഭിമാനത്തോടെ ഒരു അവസാന വാക്കു പറയാൻ എവിടെയും കഴിയാതെ അറബ് രാജ്യങ്ങൾ അവരുടെ പഞ്ചപുച്ഛമടക്കി നിന്നുകൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാമ്പത്തിക ദാരിദ്ര്യം വരുമ്പോ പണം കടം കൊടുക്കുന്ന രാജ്യമാണ് അറബ് രാജ്യങ്ങൾ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനും അമേരിക്ക ഒരുപാട് സംഖ്യ ഇങ്ങോട്ട് തരാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇതുപോലെ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം മുമ്പിൽ പെട്രോ ഡോളർ കൊണ്ട് വിരിമാറ് കാണിച്ചു നിൽക്കാൻ പറ്റുന്ന അറബ് രാജ്യങ്ങൾ അഭിപ്രായ പ്രകടനങ്ങളിലും തീരുമാനങ്ങളിലും പടിഞ്ഞാറിന്റെ അടുക്കൽ പോയി പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുന്നത് സാമ്പത്തികമായ ഭദ്രതയില്ലാത്തതിന്റെ പേരിലല്ല, രാജ്യത്തിന്റെ ജനസംഖ്യയില്ലാത്തതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ സാമ്പത്തികമായ മുന്നോക്കമില്ലാത്തതിന്റെ പേരിലല്ല, മറിച്ച് എവിടെയാണെന്ന് പരീക്ഷിക്കുവാനുള്ള അന്വേഷണമാണ്. പവിത്രമായ ഖുർആൻ പറയുന്നു, ലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിങ്ങളെ സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പവിത്രമായ ഒരു ആദർശത്തിന്റെ മലിനമില്ലാത്ത ഹൃദയമായ സാന്നിധ്യമായിരുന്നു. ആ സാന്നിധ്യം കൊണ്ട് വിജയം വരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഉമയ്യത്തിന്റെ ചാട്ടവാറ് കൊണ്ട് തീതുപ്പുന്ന സൂര്യന് കീഴെ തിളച്ചുമറിയുന്ന മണൽപ്പരപ്പിന് മേലെ കിടക്കുന്ന അടിമയായിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബദറിന്റെ താഴ്വരയിലേക്ക് വരുമ്പോ ആയുധമെടുത്ത് പരിശീലിച്ച പോരാളിയായിരുന്നില്ല, പടവാളെടുത്ത പടവെട്ടിയ പാരമ്പര്യമുള്ള ആളായിരുന്നില്ല, ഏതെങ്കിലും ഒരു പട നയിച്ച പിന്നണിയിൽ നിന്ന ആളായിരുന്നില്ല. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അടിമച്ചന്തയിൽ പോലും വിലമതിക്കപ്പെടാത്ത അടിമയായിരുന്നപ്പോ വാള തൊടാൻ അവകാശമില്ലാത്ത ആളായിരുന്നു. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിലേക്ക് വന്നിട്ട് ശത്രുപാളയത്തിൽ നിൽക്കുന്ന പരിശീലനം സിദ്ധിച്ച യോദ്ധാക്കളാണ്. അറബ് രാജ്യത്തെ വലിയ കുലമഹിമകൾ അവകാശപ്പെടാനുള്ളവരാണ്. അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അടിമക്കമ്പോളത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഊഷര ഭൂമിയിലേക്ക് എന്നെ മാടി വിളിച്ച പ്രത്യയ ശാസ്ത്രമാണിത്. ഒരുപാട് തമ്പുരാക്കന്മാര് രാജ്യത്തടക്കി വാഴുമ്പോ നിസ്വാതന്ത്ര്യത്തിന്റെയും പാരതന്ത്ര്യത്തിന്റെയും തീച്ചൂളയിലേക്ക് അടിമയെ വലിച്ചെറിയുമ്പോ എനിക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഊഷ്മളമായ മനോഹരമായ വായു തുറന്നു തന്ന ഇസ്ലാമാകുന്ന ദർശനം, അതിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തെ നെഞ്ചിലേറ്റിയ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പടനയിച്ച് പരിചയമില്ല, പടവാളെടുത്ത് പരിശീലനമില്ല, പടയങ്കി ധരിച്ച് ശീലമില്ല. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്മാവിനെ ഏറ്റെടുത്തിട്ട് എന്നെ ഇന്നലകളിൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ മലർത്തി കിടത്തിയിട്ട് ഭാരമുള്ള പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് കഴുത്തിൽ കയറുകെട്ടിയിട്ട് വലിച്ചഴച്ചപ്പോ ഞാൻ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഒരു തൗഹീദുണ്ട്. അഹദ് അഹദ് എന്ന ഏകനായ അല്ലാഹുവിന്റെ മഹിതമായ തൗഹീദിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പരിശീലനം ഇവിടെ ആവശ്യമില്ല, പടക്കളത്തിലേക്ക് പോയതിന്റെ പാരമ്പര്യം ആവശ്യമില്ല. ആ ഈമാനിനെ ഏറ്റെടുത്തുകൊണ്ടാണ് ഉമയ്യത്ത് എന്ന ധിക്കാരിയുടെ മുമ്പിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു എടുത്തു ചാടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരാ, മുസ്ലിം ചെറുപ്പക്കാരാ, ആധുനിക യുഗത്തിൽ ഈ സമുദായത്തിന് ഒരുപാട് അംഗങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ജയിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് പടിഞ്ഞാറിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നു? എന്റെയും നിന്റെയും ഈമാൻ കുറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ബദരീങ്ങളെ അനുസ്മരിക്കുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരേണ്ടത് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, പടച്ചവനെ കുറിച്ചുള്ള ബോധം, ഏത് എതിരാളിയുടെ മുമ്പിലും അതിജയിക്കാനുള്ള ഈമാനിക ബോധം. ആ ഈമാനിക ഭാവമില്ലാതെ വിജയിക്കാൻ കഴിയില്ല. കാരണം അവരെന്താണ്? വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തിനി വസുവതി. അവർക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ശരീരവും അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തും അവരുടെ പക്കലുണ്ടായിരുന്ന സർവസ്വവും അവര് സമർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ലിദീനിൽ ഹുദാ, അല്ലാഹുവിന്റെ മഹിതമായ ഇസ്ലാമിക ദർശനത്തിന് വേണ്ടിയാണ്. തൗഹീദിനെ ജനങ്ങളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്താനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്. ആ ഈമാനിന്റെ അടിത്തറ, പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും ഹൃത്തടങ്ങളിൽ നിന്ന് ജ്വലിക്കുന്ന ഈമാനിന്റെ പ്രഭ എവിടെ പോയി? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം എവിടെ പോയി? ആധുനിക ജീവിതത്തിന്റെ പളപളപ്പുകളിൽ ഗൾഫിൽ നിന്ന് ഇറങ്ങി വന്ന പണത്തിന്റെ ആനുകൂല്യത്തിന്റെ പേരിൽ അള്ളാഹുവെ കുറിച്ചുള്ള ബോധം ഒരു ഭാഗത്ത് മാറിപ്പോയി. ആധുനിക ജീവിതത്തിന്റെ ആനുകൂല്യങ്ങളുടെ ഇടവഴിയിലൂടെ ആദർശത്തിന്റെ മഹിത ബലങ്ങളെ മാറ്റിവെച്ചുകൊണ്ടിറങ്ങിയപ്പോ ഈ സമുദായത്തെ പരിഗണിക്കാൻ ആളില്ലാതെയായി പോയി. അപ്പോഴാണ് നമ്മുടെ പ്രഖ്യാപനങ്ങൾക്ക് വിലയില്ലാത്തത്. ഇന്നലകളിൽ മലബാറിന്റെ മണ്ണിൽ ഒരുപാട് പോരാട്ടങ്ങൾ ഉയർന്നിട്ടുണ്ട്. മലപ്പുറം ശുഹദാക്കളെ പോരാട്ടത്തിന്റെ സാക്ഷികളാണ്. ചേറൂര് ശുഹദാക്കളെ പോരാട്ടത്തിന്റെ സാക്ഷികളാണ്. ഓമാനൂർ ശുഹദാക്കളെ പോരാട്ടത്തിന്റെ സാക്ഷികളാണ്. അവരെല്ലാവരും സത്യത്തിനോ ധർമ്മത്തിനോ നീതിക്കോ വേണ്ടി അള്ളാഹുവിന്റെ പവിത്രമായ വഴിയിൽ മാർഗദർശനം നടത്തിയിട്ട് മുന്നോട്ട് വന്ന ധീര രക്തസാക്ഷികളാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധമേതാണ്? ബദരീങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധമാണ് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. ആരുടെ മുമ്പിലും പണയം വെക്കാത്ത വിശ്വാസം.
എന്റെ ജീവൻ തുണ്ടം തുണ്ടമായി കളഞ്ഞാലും എന്റെ ഈ ജീവിതത്തെ ഞാൻ ആരുടെ മുമ്പിലും പണയം വെക്കൂല. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഇറങ്ങി, അതിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിയ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹു അവസാനം വഞ്ചിക്കപ്പെട്ടുകൊണ്ട് സാർ ചക്രവർത്തിമാരിൽ ഒരാളുടെ ഹിർക്കൽ ചക്രവർത്തിയുടെ അടുക്കലേക്ക് ഹാജരാക്കപ്പെട്ടു. അവസാനം രാജ്യത്തിന്റെ ഭരണാധികാരി പറയുകയാണ്, ഓ അബ്ദുല്ലാഹ്, നിങ്ങൾ അവിടുന്ന് നിങ്ങളുടെ കയ്യിലുള്ള മതത്തിൽ നിന്ന് മാറിയിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള നസ്രാണി മതത്തിലേക്ക് വരണം. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറഞ്ഞു, പറ്റൂല, എന്റെ ആദർശം മാറ്റിവെക്കാൻ പറ്റൂല. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ മുമ്പിലേക്ക് ഒരുപാട് ഓഫറുകൾ വരികയാണ്. ഓ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, ഈ രാജ്യത്തെ ഭരണാധികാരിയുടെ സുന്ദരിയായ മോളെ ഞങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാം. ഇസ്ലാമിന്റെ ചെറുപ്പക്കാരൻ കേൾക്കണം, മുസ്ലിം ചെറുപ്പക്കാരൻ അറിയണം, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ എന്ന ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞു, സുന്ദരിയായ മോളെ അങ്ങ് തരാം, വരാമോ അബ്ദുല്ലാഹ്? അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറഞ്ഞു, വേണ്ട, ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പിന് വേണ്ടിയോ പളപളപ്പിന് വേണ്ടിയോ പണയം വെക്കാനുള്ള ആദർശമല്ല എന്റേത്. മലബാറിന്റെ മണ്ണിലിരുന്ന് ഇസ്ലാമിന് കേരളത്തിന്റെ മക്കയും മദീനയും മമ്പുറവും പൊന്നാനിയും ഉൾക്കൊള്ളുന്ന ഈ മലബാറിന്റെ മണ്ണിലെ മുസ്ലിം ചെറുപ്പക്കാരനോട് ചോദിക്കട്ടെ, ഈ സമുദായത്തിലെ എത്ര യുവാക്കളാണ് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കിട്ടിയ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിപ്പോയത്? എത്ര യുവതികളാണ് മതം മാറാൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയത്? എത്ര യൗവനങ്ങളാണ് ഒരു മിസ് കോളിന്റെ മുമ്പിൽ ജീവിതമില്ലായ്മ ചെയ്യുന്നത്? എത്ര കൗമാരങ്ങളാണ് കമന്റടിച്ച് തെരുവുകൾ അലങ്കോലമുണ്ടാക്കുന്നത്? എത്ര കലവറകളിലാണ് വൃത്തികേടുകളുടെ ചീഞ്ഞ നാറ്റമുയരുന്നത്? കേരളത്തിന്റെ മുഴുവൻ ചിത്രം, അതിന്റെ ഇടയിൽ ഒരിക്കലും കേൾക്കേണ്ടാത്ത മലബാറിന്റെ മണ്ണിൽ നിന്നുള്ള ചിത്രം. മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്ന് മുസ്ലിം ചെറുപ്പക്കാരികളുടെ ഗ്യാങ്ങിനെ കുറിച്ച് പഠിച്ചിട്ട് മലയാളത്തിലെ മുഖ്യധാരാ പത്രം മെനിങ്ങാൻ എഴുതി വിട്ടതെന്താണ്? അത്ര ഹീനമായ ചിത്രങ്ങൾ ഈ മലബാറിന്റെ മണ്ണിൽ നിന്ന് പോലും ലോകത്തേക്ക് അപകടത്തിന്റെ സ്വരം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറയുകയാണ്, ഇല്ല, ഒരു പെണ്ണിന്റെ മേനി വെടുപ്പിന്റെയോ തൊലി വെളുപ്പിന്റെയോ പളപളപ്പിന്റെയോ മുമ്പിൽ പണയം വെക്കാനുള്ള ആദർശമല്ല എന്റെ കയ്യിലുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞു, അബ്ദുല്ലാ, നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ പങ്കാളിത്തം തരാം, ഈ രാജ്യത്തിന്റെ കൺട്രോളിൽ അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾക്ക് പങ്കാളിത്തം തരാം, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ? അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറഞ്ഞു, വരാൻ പറ്റൂല. മുസ്ലിം സമുദായം ഇജ്ജത്തോടെ മുന്നോട്ട് പോകുമ്പോ ചില കവലച്ചട്ടമ്പി പെമ്പിള്ളേര് ഈ മതത്തെ പറയിപ്പിക്കാൻ വേണ്ടി മതം മാറി കല്യാണം കഴിച്ച് പിന്നെ എറണാകുളത്ത് പോയി ജോലി ചെയ്ത് എറണാകുളത്ത് നിന്ന് രാത്രി കമന്റ് അടിക്കുമ്പോ 4 പേരെന്തോ ചോദിച്ച് പിറ്റേന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലെ ഫസ്റ്റ് പേജിൽ സ്റ്റൈൽ ആൻഡ് ഫോട്ടോയിൽ വരുന്നത് ആ മുസ്ലിം പെണ്ണിന്റെ ഫോട്ടോയാണ്. ഇസ്ലാമിന്റെ പേരിലുള്ള പെണ്ണ്. സമുദായത്തെ പറയിപ്പിക്കാൻ ഇറങ്ങിയാൽ മുഴുവൻ പത്രങ്ങളിലും ലഭിക്കും സ്ഥാനം. തസ്ലീമാ നസ്രീൻ ഇസ്ലാമിനെ ആക്ഷേപിച്ചെഴുതിയപ്പോ ആക്ഷേപത്തിന്റെ പേനയെടുത്ത് വിഷലിപ്തമായ പേനയെടുത്തപ്പോ ഇസ്ലാമിന്റെ തോളിലേക്ക് ചാരിയ പെണ്ണായതുകൊണ്ട് ഡൽഹി താമസിക്കുക, ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ സുതാര്യമായി പോയി വരാനുള്ള അംഗീകാരമുള്ള പെണ്ണാണ്. ഒരിക്കൽ സൺഡേ ടൈംസിൽ വായിക്കാനിടയായി 10-13ഓളം രാജ്യങ്ങളിൽ അവർക്കുള്ള പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പെണ്ണ്, അവൾക്കുള്ള യോഗ്യത എന്താ? ഇസ്ലാമിനെ കളിയാക്കാൻ ഇറങ്ങി മുസ്ലിം പേരുള്ള പെണ്ണ്. എന്നാൽ വരണം, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു,
രാജ്യത്തിന്റെ അധികാരത്തിൽ പങ്കാളിത്തം തരാൻ വരാമോ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പറഞ്ഞു, എനിക്ക് പങ്കാളിത്തം ആവശ്യമില്ല. പിന്നെയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയോട് ചോദിക്കുന്നു, ഓ മോനെ, നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സ്വത്തിന്റെ പകുതിയും അധികാരം തരാം, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് എന്റെ മതത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന് രാജ്യത്തിന്റെ ഭരണാധികാരി ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പറയുകയാണ്, ലൗ അഅതൈതനീ ജമീഅ മാ തംലികു വജമീഅ മാ യംലികുൽ അറബ്, ഈ അറബ് ഭരണാധികാരികൾ ഉടമപ്പെടുത്തിയ മുഴുവൻ അധികാരങ്ങളെയും, ലോകത്തെ അറബ് രാജ്യത്തുള്ള ഭരണാധികാരികളുടെ മുഴുവൻ സ്വത്തുക്കളും, നിങ്ങളുടെ കയ്യിൽ അധികാരത്തിലുള്ള മുഴുവൻ സ്വത്തും എന്റെ കയ്യിലേക്ക് വെച്ചാലും ഞാൻ എന്റെ മതത്തിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. നബി കാ നാം ലിഖ് ദേനാ, കൈ കുഫ്റോं के झंडा है उधर इस्लाम लिख देना. അല്ലാഹുവിന്റെ പവിത്രമായ നാമങ്ങളെ എന്റെ അധരത്തിൽ നിന്ന് തൗഹീദിന്റെ അമരധ്വനികളായി, മാനവികതയുടെ മനതലങ്ങളിൽ പടഹധ്വനികളായി മുഴങ്ങാൻ മാത്രം ഉയർത്തിയ അബ്ദുല്ലാഹ്, എന്റെ ഹൃത്തടത്തിൽ മനോഹരമായ മധു പകർന്നുകൊണ്ടിരിക്കുന്ന തൗഹീദിന്റെ മുദ്രാവാക്യം, എന്റെ ഹൃത്തടത്തിൽ എപ്പോഴും ആനന്ദത്തിന്റെ ആന്തോളനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അന്ത്യപ്രവാചകർ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗത്തിന്റെ അലമാലകളെയും സ്നേഹത്തിന്റെ മഹിഷ്ടപ്രബോധത്തെയും ആരുടെയും മുമ്പിൽ പണയം വെക്കാൻ പറ്റൂല. എനിക്ക് നിങ്ങളുടെ അധികാരത്തിന്റെ ചെങ്കോല് വേണ്ട, രാജ്യാധികാരത്തിന്റെ കൺട്രോള് വേണ്ട, ഒരു തമ്പുരാന്റെയും അധികാരം വേണ്ട. എനിക്ക് വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ വിളിച്ചു പറയുകയാണ്, ആരുടെയും ഔദാര്യത്തിന്റെ അപ്പച്ചട്ടിക്ക് വേണ്ടി വന്നയാളല്ല ഞാൻ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ ധീരോദാത്തമായ മറുപടിയുടെ മുമ്പിൽ അധികാരികളെ മുഴുവനും ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. ഇത് പറഞ്ഞു പോകാനുള്ളതല്ല മുസ്ലിം ചെറുപ്പക്കാരാ. എന്റെയും നിന്റെയും ഇസ്ലാമിക് ഐഡന്റിറ്റി 4 ചില്ലറ കണ്ടപ്പോഴേക്ക് കുളിച്ചു കളഞ്ഞവനാണ്. ഗൾഫിന്റെ 4 പണമിറങ്ങിയപ്പോഴേക്ക് മലബാറിന്റെ തെരുവുകളിൽ മദ്യത്തിന്റെ ദുർഗന്ധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അനാശാസ്യ പ്രവണതകളുടെയും അതുപോലെ അരക്ഷിതാവസ്ഥകളുടെയും അപകടകരമായ ആഴികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വരികയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ വിടാൻ അവർ തയ്യാറായില്ല. ഉടനെ അവിടുന്ന് തീരുമാനിക്കുകയാണ്, അബ്ദുള്ളയെ അങ്ങ് പട്ടിണിക്കിടാം. ഭക്ഷണം കൊടുക്കാണ്ടിരുന്നാൽ ആളെ ലെവലാക്കാൻ പറ്റുമെന്നവർ തീരുമാനിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടു. മഹാനവറുകൾ ക്ഷമിക്കുകയാണ്. കാരണം എന്തേ? ജാൻ ദേ ദോ ദേ ദീദാർ പഴ് ലുത്ഫുൻ കാം ഹോ ഹി ജായേഗാ, സായിലോ ദാമൻ സഖി കാ ധാം ലോ, കുച്ച് ന കുച്ച് ഇനാം ഹോ ഹി ജായേഗാ. ഈ ജീവൻ എനിക്കിവിടെ ആർത്തനാദങ്ങൾ ഉയർത്താനുള്ളതല്ല, മുദ്രാവാക്യങ്ങൾ ഉയർത്താനുള്ളതല്ല. ബദൻ മേ ജാൻ, എന്റെ ഈ ശരീരത്തിലുള്ള ആത്മാവ് എനിക്ക് അമ്മാനമാടി കളിക്കാനുള്ളതല്ല, സന്ധ്യാസമയത്ത് ക്ലബ്ബുകളിൽ തുലയ്ക്കാനുള്ളതല്ല, ഫാൻസ് അസോസിയേഷന് വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല. ഏതോ ചില താരങ്ങളുടെ പേരിൽ തലപണയം വെച്ച ബുദ്ധിശൂന്യരായ ചില മുസ്ലിം ചെറുപ്പക്കാർ ഏതോ ഒരു താരത്തിന്റെ പേരിൽ ബോർഡ് ഉണ്ടാക്കി ഫാൻസ് അസോസിയേഷൻ. ഇതുപോലൊരു ഭ്രാന്ത് പിടിച്ച സമുദായത്തെ ലോകത്ത് കിട്ടുമെന്നറിയില്ല.
എന്തിനാടാ കോടികളുടെ പൂഴ്ത്തി സ്വത്തുള്ള ഏതോ ചില ആളുകളെ നീ തലയിലേറ്റിയിട്ട് അവന്റെ ഫോട്ടോയും പേറി നടക്കുന്നത്? രണ്ട് കാലിൽ നെഞ്ചൂക്കോടെ ജീവിക്കാൻ അള്ളാഹു ആരോഗ്യം തന്ന മുസ്ലിം ചെറുപ്പക്കാരൻ ഏതോ ഒരുത്തന്റെ ഫോട്ടോയും ചുമന്നുകൊണ്ട് നടക്കുക, അവന്റെ അസോസിയേഷനിൽ ചേരാൻ. നിനക്കതിന് ദുനിയാവിൽ എന്ത് കിട്ടും? പരലോകത്തെന്ത് കിട്ടും? ഇഹലോകത്തെന്ത് കിട്ടും? നാളെ എന്ത് കിട്ടും? അതൊന്നും വിചാരമില്ല, ബോധമില്ലാത്തൊരു സമുദായം. അപ്പൊ പറയും, മുസ്ലിയാരെ ഞങ്ങൾ ഏറ്റുപിടിക്കുന്നത് ഒരു മുസൽമാന്റെ പേരുള്ള താരത്തെ, ഒരു മുസൽമാന്റെ പേരുള്ള താരമായിട്ടും കാര്യമില്ല. അഴുക്കുകളുടെയും അനാശാസ്യതകളുടെയും കേളീരംഗങ്ങളിൽ ഈ സമുദായത്തെ പറയിപ്പിക്കാനിറങ്ങിയ ഏതോ ചിലരുടെ പേര് മുഹമ്മദ് എന്നോ മുസൽമാന്റെ പേരോ ആയിട്ട് കാര്യമില്ല. അവന്റെ ഫോട്ടോയും പേറിയിട്ട് ഈ സമുദായത്തിന്റെ മക്കൾ നടക്കുന്നു. മോനെ, നമുക്ക് വിവേകമുണ്ടാകണം. ഈ ജീവിതം ഏതെങ്കിലും തെരുവിൽ നാദം മുഴക്കി നശിപ്പിക്കാനുള്ളതല്ല. ഈ ജീവിതം ഏതെങ്കിലും സന്ധികളിൽ എവിടെയെങ്കിലും ഇരുന്ന് കളയാനുള്ളതല്ല. ഇത് ആസൂത്രിതമായി വിനിയോഗിക്കേണ്ട ജീവിതം. എനിക്കും നിനക്കുമുള്ള ക്യാപിറ്റൽ ഈ സെയിം. മൂലധനം ഒന്നേ ഉള്ളൂ. ആ മൂലധനം എന്താ? ടൈം, സമയം എന്ന മൂലധനം. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകിയ ക്യാപിറ്റൽ മൂലധനം ഒന്നാ. എനിക്കും നിങ്ങൾക്കും അതുപോലെ ലോകത്തുള്ള എല്ലാവർക്കും കിട്ടിയ മൂലധനം. നിനക്ക് കിട്ടിയ സമയം, ദിഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. എന്റെയും നിന്റെയും ഹൃദയത്തിന്റെ മിടിപ്പുകൾ ഇതാ കൗണ്ട് ചെയ്ത് വെച്ച ഒരു ടൈമിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഖൽബ് പ്രോഗ്രാം ചെയ്ത സമയത്തെ എത്ര പ്രാവശ്യം മിടിക്കണമെന്ന് ഇതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. 1 കോടി പ്രാവശ്യം മിടിക്കണമെന്നാണെങ്കിൽ 1/2 കോടി കഴിഞ്ഞെങ്കിൽ ഇനി ബാക്കിയേ ഉള്ളൂ. ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞു. അങ്ങനെ പ്രോഗ്രാംഡ് ആണ് അള്ളാഹുവിൻ്റെത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹാർട്ട് എത്ര പ്രാവശ്യം മിടിക്കണമെന്ന് അല്ലാഹു തആല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കൗണ്ട് ഡൗൺ ടൈമർ നിന്റെ മൊബൈലിൽ വെച്ചിട്ട് നോക്കുമ്പോ അത് താഴേക്ക് പോകുന്നു, 0യിലേക്ക് എത്താൻ വേണ്ടി. അതുപോലെ എന്റെയും നിന്റെയും ഹൃദയത്തിന്റെ മിടിപ്പുകൾ അല്ലാഹു തആല നിശ്ചയിച്ച എണ്ണത്തിൽ നിന്ന് മിടിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിൽ നിന്ന് നല്ലതുകൾ ചെയ്തുകൊണ്ട് സ്വർഗം നേടേണ്ടവരാണ് നാം. ആ സമയത്തെ ഒരാൾ ആരാധനയ്ക്ക് വേണ്ടി വിനിയോഗിച്ചാൽ അവന് നല്ല പ്രതിഫലമാണ്. ആഭാസത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ അവന് ശിക്ഷയാണ്. അലക്ഷ്യമായി നടന്നാൽ അവന് ലാഭം കിട്ടാനില്ല. ഇതുപോലെ ജീവിതത്തിന്റെ സമയമാണ് നമ്മുടെ എല്ലാവരുടെയും മൂലധനം. അതുകൊണ്ട് അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി അടിച്ചു പൊളിച്ച് തകർത്ത് കളയേണ്ടതല്ല. ബുദ്ധിയുള്ളവൻ അവന്റെ സമയം വിനിയോഗിക്കുന്നവനാണ്, നല്ലതിനു വേണ്ടി ചെലവഴിക്കുന്നവനാണ്. മഹാന്മാരായ ഇമാമുകൾ മുഴുവനും അങ്ങനെയാണ്. അവരുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി സേവനം ചെയ്തപ്പോ ആസ്വാദനത്തിന്റെയും അനുഭവത്തിന്റെയും ലോകം അവര് മറന്നുപോയി. കണ്ടില്ലേ, ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു 40 വയസ്സ് വരെ മാത്രം ജീവിച്ച മഹാനാണ്. അല്ലാഹുവിന്റെ ഇൽമിന് വേണ്ടി സേവനം ചെയ്യാൻ സമയം കണ്ടെത്തിയപ്പോ വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയ മഹാനാണ്. 6 ഹദീസിന്റെ പണ്ഡിതന്മാരുടെ ചരിത്രം മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവിന്റെ കുടുംബ ചരിത്രം കാണാനില്ല. ഇമാം മുസ്ലിമുൻ നൈസാബൂരിയുടെ ഫാമിലി ലൈഫ് കാണാനില്ല. അബൂ ഈസ തിർമിദിയുടെ കുടുംബ ജീവിതം കാണാനില്ല. അബൂ അബ്ദുറഹ്മാൻ നസായിക്ക് മാത്രമാണ് വൈഫുൽ ലൈഫും ഉണ്ടെന്ന് ചരിത്രം വെച്ച് പറയാൻ കഴിയുന്നുള്ളൂ. ബാക്കി എല്ലാവരും മറന്നുപോയി. അവർക്ക് ഇൽമ പഠിച്ചു തീർക്കാൻ പോലും അവരുടെ ആയുസ് തികഞ്ഞില്ലെന്ന് മനസ്സിലാക്കിയവരാണ്. അവര് അമരമായ ജീവിതത്തിന്റെ കലവറകളിൽ അനന്തമായ നാമത്തിന്റെ ഉടമകളാണ് ഇമാമിങ്ങളെല്ലാം. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയിലേക്ക് വരാം. പട്ടിണിക്കിട്ട് കിടത്തിയിരിക്കുന്നു ബഹുമാനപ്പെട്ടവരെ. ഇളകിയില്ല, ആദർശം പണയം വെക്കാൻ ഉദ്ദേശിച്ചില്ല. അവസാനം അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ വിശന്ന് കിടക്കുകയാണ്. അടുത്തേക്ക് മദ്യത്തിന്റെ കോപ്പ കൊണ്ട് കൊടുക്കുകയാണ്. ഓ അബ്ദുല്ലാഹ്, ദാഹം മാറ്റാൻ ഇത് കുടിച്ചോ.
ജീവൻ ഇല്ലാതാകാൻ പോകുന്ന ഘട്ടത്തിൽ ജീവൻ നിലനിൽക്കാൻ വേണ്ടി അതൊന്ന് കുടിച്ചാൽ കുറ്റമുള്ള കാര്യമല്ല. ഇസ്ലാമിക നിയമപ്രകാരം തന്നെ അങ്ങനെയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ആലോചിക്കുകയാണ്, ഇപ്പോഴെന്റെ കയ്യിലേക്ക് ഈ മദ്യക്കോപ്പ കൊണ്ടു തന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കുടുങ്ങിയ സമയത്ത് ഇത് കുടിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് കണ്ടാൽ എടുക്കൽ അനുവദിക്കപ്പെട്ടതാണ്. ജീവനില്ലാതായി പോകുമെന്ന് കണ്ടാൽ വേറെ ഒന്നും കിട്ടാനില്ലെങ്കിൽ ശവം അനുവദിക്കപ്പെടുന്നത് പോലെയാണ്. ഇത് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ ഇത് ഞാൻ തൊട്ടുപോയാൽ ഇസ്ലാമിന്റെ എതിരാളികൾ കുലുങ്ങിച്ചിരിച്ചു പോകും. അനുവദിക്കപ്പെട്ട കാര്യമാണ് ഞാൻ എടുത്തതെങ്കിലും അവർക്ക് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുമ്പിൽ തുള്ളാൻ നേരം കിട്ടും. അതുകൊണ്ട് എനിക്കിതും വേണ്ട. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ കള്ളിന്റെ കോപ്പയങ്ങ് മാറ്റിവെക്കുകയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭരണാധികാരിയുടെ പ്രതിനിധി ചോദിക്കുന്നു, അല്ല, ഇസ്ലാമിക നിയമപ്രകാരം ഇങ്ങനെ ദാഹം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കള്ളു കുടിക്കാമല്ലോ, എന്നാൽ ഇതാ നിലക്കൊന്ന് എടുത്തുകൂടെ ഹുദാഫ? അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയോട് ചോദിക്കുമ്പോ പറയാണ്, എന്റെ മതം എനിക്ക് അനുവദിച്ചു തന്നതാണ്, പക്ഷേ ഞാൻ ഇപ്പോഴിത് തൊട്ടുപോയാൽ നിങ്ങൾക്ക് സന്തോഷം ലഭിച്ചു പോകും. ഇസ്ലാമിന്റെ എതിരാളിക്ക്, തൗഹീദിന്റെ എതിരാളിക്ക് ചിരിക്കാൻ അവസരം തരൂല. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറഞ്ഞു, എന്റെ ഈ ജീവിതം എനിക്ക് വിഷയമല്ല, ഞാൻ ആരോടും എഗ്രിമെന്റ് ചെയ്തിട്ടില്ല ഇത്ര കൊല്ലം ജീവിച്ചു കൊള്ളാമെന്ന്, അതുകൊണ്ടൊരു കുഴപ്പവുമില്ല. തോൽപ്പിക്കാൻ കഴിയില്ലെന്നു കണ്ടവർ അവസാനം ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ. ബഹുമാനപ്പെട്ടവർ അനങ്ങിയില്ല. അള്ളാഹുവിന്റെ പവിത്രമായ തൗഹീദിനെയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ആരുടെയും മുമ്പിൽ ആയുധം വെക്കേണ്ടവനല്ല ഞാൻ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ ക്രൂശിക്കാൻ വേണ്ടി കയറ്റി നിർത്തിയപ്പോഴും ചാഞ്ചാട്ടമില്ല. അവസാനമതാ മുസ്ലിം പോരാളികളിൽ നിന്നൊരാളെ തിളച്ചുമറിയുന്ന ദ്രാവകത്തിലേക്ക് മുസ്ലിം പോരാളികളിൽ ഒരാളെ ജീവനോടെ കൊണ്ടുവന്ന് മുക്കിയങ്ങെടുത്തപ്പോ ശരീരത്തുള്ള തൊലി മുഴുവനും അങ്ങ് ഉരുകി മാറി. ഓ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, നിനക്ക് നിന്റെ മതത്തിൽ നിന്ന് മാറാമോ? അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറഞ്ഞു, ഇല്ല, ഞാൻ ഇത് കണ്ടൊന്നും വരളാൻ വന്നവനല്ല, പേടിക്കാൻ വന്നവനല്ല. കണ്ടത് ചെയ്തോ ധിക്കാരികളെ, എന്റെ മനസ്സിലുള്ള ഈമാൻ മാറ്റാൻ പറ്റൂല. പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നീ ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിക്കണം. ഞാൻ ജീവിക്കുന്നത് ആരുടെ വഴിയിലാണ്? അള്ളാഹുവിന്റെ മതത്തിന്റെ വഴിയിലാണോ? പേര് മുസൽമാന്റെ പേരാണ്, വീട്ടുപേര് മുസൽമാന്റെ കുടുംബ പേരാണ്, പറയുമ്പോ പള്ളിയോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ എന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിന്റെ കൃത്യമായ രേഖകളോടെ എന്റെ കയ്യിൽ എന്ത് കർമ്മമാണുള്ളതെന്ന് ഒന്ന് വിലയിരുത്താമോ മോനെ? നീ വിചാരിക്കും ദ റിയൽ സ്റ്റൈൽ ഓഫ് യൂറോപ്പ് ആൻഡ് ടേസ്റ്റ് ഓഫ് യൂറോപ്പ്, പടിഞ്ഞാറിന്റെ സ്റ്റൈലിലേക്ക് എടുത്തിട്ട് ആ കോലത്തിന് ചേലിലൊക്കെ നടക്കുമ്പോ എല്ലാവരെയും ഞെട്ടിക്കാമെന്ന് നീ വിചാരിച്ചു പോയി. നീ ബുദ്ധിശൂന്യനാണടാ. നീ കവലച്ചട്ടമ്പിയായി നടക്കുമ്പോ പഴയ വേഷത്തിൽ വരുന്ന മുസ്ലിയാരെ കാണുമ്പോ വിചാരിക്കും ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്, ഇവർക്കൊന്നും ലോകം തിരിയാത്തതാണ്. ഇല്ല മോനെ, ബുദ്ധിമാന്മാരായ ആളുകൾ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليست لحي وطنا. റിയൽ ഐ, യഥാർത്ഥ കണ്ണ്, യഥാർത്ഥ നോട്ടം മുത്തഖീങ്ങളായ ആളുകളുടെ നോട്ടമാണ്. അവര് നോക്കി ആ പോകുന്ന പെണ്ണിനെ ഒന്ന് കമന്റ് അടിച്ചാൽ നല്ല രസമായിരിക്കുമല്ലേ?
അപ്പോഴാണ് ബുദ്ധിമാനായവൻ ആലോചിക്കുന്നത്, ഇന്ന് പോണ യുവതിയാണ്, നാളെ വരുന്ന കിഴവിയാണ്, ചിലപ്പോ അവൾ എയ്ഡ്സുകാരിയായിരിക്കും, ക്യാൻസറുകാരിയായിരിക്കും. ഇത് നിലനിൽക്കുന്ന സൗന്ദര്യമല്ല. എനിക്കതുപോലൊരു കൊട്ടാരം വേണം. ഞാൻ അതിനു വേണ്ടി ആരാന്റെ മുതലൊക്കെ ഒന്ന് പിടിച്ചടക്കിയാലോ? ഇല്ല ഇല്ല, എല്ലാ സിംഹാസനങ്ങളും തകർന്നു വീഴും, എല്ലാ കൊട്ടാരങ്ങളും മണ്ണ് പൊത്തും. ഇനി കൊട്ടാരം കുറച്ചു കാലം നിൽക്കാൻ വിചാരിച്ചാലും രാജാവിനധികം ആയുസ്സുണ്ടാവൂല. അത് മനസ്സിലാക്കിയവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അപ്പൊ ബുദ്ധിമാന്മാരായ ആളുകൾ ചിലപ്പോൾ അവര് ലോകത്തിരിയാത്തവരെന്ന് നിങ്ങൾ തോന്നിപ്പോകും. അവര് മനസ്സിലാക്കി, അവർ ഇവാലുവേറ്റ് ചെയ്തു ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്. എന്തെടുത്ത് നോക്കിയപ്പോഴും അതിന് താൽക്കാലിക സ്വഭാവമേ ഉള്ളൂ. ഇന്നത്തെ യുവതി നാളത്തെ കിഴവിയാണ്, യുവാവ് നാളത്തെ വൃദ്ധനാണ്. പ്രഭാതം പ്രദോഷത്തിന്റെ തുടക്കമാണ്, കൗമാരം യൗവനത്തിന്റെ ആരംഭമാണ്, ആ യൗവനം വാർദ്ധക്യത്തിന്റെ തുടക്കമാണ്. ഒരു സൈക്ലിക് ഓർഡറിലാണ്, അഥവാ മേലോട്ട് പോയിട്ട് താഴോട്ട് വരുന്ന ചാക്രിക സ്വഭാവമാണ് ലോകത്തിന് മുഴുവനും ഉള്ളത്. അത് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാരായ ആളുകൾ ത്വല്ലഖുദ്ദുന്യാ, എനിക്ക് ശവമായ ദുനിയാവിന്റെ പിന്നാലെ നടക്കാൻ നേരമില്ല, എനിക്ക് പടച്ചവന്റെ അടുക്കൽ ചിലത് ചെയ്തു തീർക്കേണ്ടതുണ്ട്, അവിടെ ഒരു സ്വർഗം പണിയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ മഹാന്മാർ അവർ ഈ ദുനിയാവിനോട് വിസമ്മതം പറഞ്ഞു പോയി. നമ്മൾ വിചാരിക്കും നമ്മൾ 4 ചില്ലറയുണ്ടെന്ന് അടിച്ചു പൊളിച്ച് വിലസി നടന്നാൽ നമുക്കിവിടെ 4 പേരും ചൂരുമൊക്കെ കിട്ടുമെന്ന്. ഇല്ല മോനെ, അങ്ങനത്തെ ഒരു അധികാരിയുടെയും പേര് ഇവിടെ കേൾക്കാനില്ല. അങ്ങനെ ഒരു അധികാരിക്കും ഇവിടെ മുദ്രാവാക്യം ലഭിക്കുന്നില്ല. അതേ സമയത്ത് ഇന്നലെ ഒരു പള്ളിയുടെ മൂലയിലിരുന്ന് ചൊറിഞ്ഞു കുത്തി പഠിച്ചിട്ട് അവസാനം വരെ പള്ളിയുടെ ചാരത്തിരുന്ന് ദർസ് നടത്തിയ മഹാനാണ് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. നഹാറു അബീ ഹനീഫത ലിൽഇഫാദ വലൈലു അബീ ഹനീഫത ലിൽഇബാദ. ചോദിക്കട്ടെ, അബൂ ഹനീഫ ഇമാം തങ്ങൾ വഫാത്തായിട്ട് എത്ര കാലമായി? അബൂ ഹനീഫ ഇമാം തങ്ങൾ വഫാത്തായിട്ട് എത്ര കാലമായി? 13 നൂറ്റാണ്ടോളമായില്ലേ? 12 നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ ഇമാം അബൂ ഹനീഫ തങ്ങൾ? ഇന്ന് വരെ ലോകത്തിന് മറക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് വരെ ലോകത്തിന് മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇമാം അബൂ ഹനീഫ ആരാണ്? മക്കയുടെ ഗവർണറായിരുന്നോ? മദീനയുടെ ഖലീഫയായിരുന്നോ? ബഗ്ദാദിന്റെ അരമനകളുടെ സൂക്ഷിപ്പുകാരനായിരുന്നോ? ഇല്ല ഇല്ല, പള്ളിയുടെ ചാരത്തിരുന്ന് ദർസ് നടത്തിയ മുദർരിസാണ്, മുതഅല്ലിമാണ്. അന്ന് പട്ടാള ചിട്ടയിൽ നടന്നിരുന്ന രാജാവ് എവിടെ? അന്ന് വെപ്പാട്ടികളെ വെച്ചിരുന്ന ഭരണാധികാരി എവിടെ? അന്ന് അവിടെ വലിയ രാജ്യം മുഴുവനും ഇളക്കിയ ഭരണാധികാരി എവിടെ? പേരുപോലും ലോകത്തിനറിയില്ല. പക്ഷേ ഇമാം അബൂ ഹനീഫ തങ്ങൾ ഓർമ്മിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, സ്നേഹിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, പേര് പറയുമ്പോ ലോകത്തുള്ള ജനകോടികൾ മുദ്രാവാക്യം വിളിക്കുകയാണ് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റുവാങ്ങുന്നില്ലേ? അത് നമ്മുടെ മുദ്രാവാക്യമാണ്. അന്നത്തെ ഭരണാധികാരി എവിടെ? ഇന്നത്തെ രക്ഷിതാക്കൾ ആലോചിക്കണം, ഇന്നത്തെ പിതാക്കന്മാര് ചിന്തിക്കണം. എന്റെ മകന് പള്ളിയിൽ ഓതാൻ പോയാ വലിയ പേരും ജോലിയും ഒന്നും കാണൂല, അവനതുകൊണ്ട് ഭൗതിക കോളേജിൽ പഠിക്കട്ടെ എന്ന് വാപ്പാ നിങ്ങൾ തീരുമാനിച്ചത് പണത്തിന്റെ പളപളപ്പ് കണ്ടും പേരും പ്രശസ്തി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ബുദ്ധിശൂന്യനായി പോയി കേട്ടോ. നിലനിൽക്കുന്ന പേരുകൾ മുഴുവനും ഇമാമിങ്ങളുടെ പേരാ. ആ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങൾ പള്ളിയുടെ ചാരത്തു കിടക്കുകയാണ്. ഖലീഫ സംഭാവന കൊടുത്തു വിട്ടു, എനിക്കാവശ്യമില്ല. പിന്നെയും കൊടുത്തു വിട്ടു, എനിക്കാവശ്യമില്ല.
വായിച്ചോ ഹയാത്തു അബീ ഹനീഫ, വായിച്ചോ ഇബ്നു ഹജർ തങ്ങളുടെ ഗ്രന്ഥം. അവസാനം രാജാവ് കൊടുത്തു വിട്ടപ്പോ ഇനി സ്വീകരിച്ചില്ലെങ്കിൽ ആക്രമണമുണ്ടാകും, വെറുതെ ഒരു ശല്യം വേണ്ട. ഇമാം അബൂ ഹനീഫ തങ്ങൾ അവസാനം കിട്ടിയ സമ്മാനം വാങ്ങിയിട്ട് ഒരു കുപ്പത്തൊട്ടിയിലിട്ടങ്ങ് അടച്ചു വെച്ചു. എന്നിട്ട് മകന്റെ അടുക്കൽ എഴുതി കൊടുത്തു, മോനെ ഞാൻ മരണപ്പെട്ടാലുടനെ ഇതെടുത്തങ്ങ് രാജാവിന് കൊടുത്തേക്കണം. ഇമാം അബൂ ഹനീഫ തങ്ങൾ വഫാത്തായി. രാജാവ് കൊടുത്ത ഔദാര്യം എടുത്തുകൊണ്ട് മകൻ കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പ ജീവിതകാലത്ത് പറഞ്ഞതാണ് എനിക്ക് വേണ്ടാന്ന്, നിങ്ങൾ പിടിച്ചോ. ഭരണാധികാരി പറഞ്ഞു, അബൂ ഹനീഫ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും ഞങ്ങളെ തോൽപ്പിച്ചു, ഇപ്പൊ വഫാത്തായപ്പോഴും ഞങ്ങളെ തോൽപ്പിച്ചിട്ടാണല്ലോ പോയത് എന്നാണ് ഭരണാധികാരി മറുപടി പറയുന്നത്. അതുപോലെ ദുനിയാവിനോട് വിസമ്മതം പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് മനസ്സു ചേർത്തവരാണ് മഹാന്മാരായ ഇമാമുകൾ. ഇന്ന് നമ്മളോ, പണ്ട് മലബാറിൽ ഒരുപാട് ദർസുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ രക്ഷിതാക്കൾ വിചാരിച്ചു, എന്റെ മകനൊരു ആലിമാകണം, എന്റെ മകനൊരു മുത്തഅല്ലിമാകണം, എന്റെ മകനൊരു സ്വാലിഹാകണം. ഇന്ന് അതൊക്കെ മാറി അത്യാവശ്യം ചില്ലറയൊക്കെയായി, നല്ലൊരു വീടായി, എല്ലാം ആയപ്പോ നമ്മൾ വിചാരിച്ചു, എന്റെ മോൻ തൽക്കാലം പള്ളിയിലൊന്നും പോകണ്ട, എങ്ങനെയെങ്കിലും പേപ്പർ എടുത്ത് ഗൾഫിൽ വിടണം, അല്ലെങ്കിൽ നല്ലൊരു കച്ചവടക്കാരനാക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടർ ആക്കണം, അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയർ ആവണം, എന്തെങ്കിലും ഭൗതികമായ ഡോമിനേഷൻ വേണം. വാപ്പാ, എന്തുകൊണ്ട് നമുക്ക് ഒരു മകനെങ്കിലും ആലിമാക്കാനുള്ള ചിന്ത വരുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിന്റെ വഴിയിലേക്ക് പറഞ്ഞു വിടാൻ കഴിയുന്നില്ല? നമ്മൾ അതിനെ രണ്ടാം നമ്പറായി കണ്ടുപോയി. മാത്രമല്ല, പുതിയ സമുദായത്തിലെ മക്കൾ മുഴുവനും ആസ്വാദനങ്ങളുടെയും ആർഭാടങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും ലോകത്ത് ജീവിക്കുകയാണ്. മടങ്ങി വരേണ്ട സമയം അധികരിച്ചു പോയി. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? എത്ര കാലമായി മഹാനവറുകൾ വഫാത്തായിട്ട്, എത്ര കാലമായി മഹാനവറുകൾ ലോകത്തോട് യാത്ര ചോദിച്ചിട്ട്? 1100 കൊല്ലം കഴിഞ്ഞില്ലേ? ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ കുളിർമ കൊള്ളാത്ത ഹൃദയമേതാണ്? അവിടുന്ന് സന്തോഷിക്കാത്ത മനസ്സേതാണ്? ആ ഇമാമുന ശാഫിഈ ആരാണ്? ഫലസ്തീനിലെ വീട് വിറ്റിട്ട് ഉമ്മ കൊണ്ടുവന്ന് മക്കത്തെ പള്ളിയിൽ ഓതാനാക്കിയ മുത്തഅല്ലിമാണ്. അവിടെ നിന്ന് മദീനത്ത് പോയി മാലിക് ഇമാം തങ്ങളുടെ അടുക്കൽ ഓതിയ മഹാനായ മുത്തഅല്ലിമാണ്. അവിടുന്ന് യമനിൽ പോയി ദർസ് നടത്തിയ മഹാനാണ്. അവിടുന്ന് ബഗ്ദാദിൽ വന്ന് ദർസിൽ പഠിച്ച മഹാനാണ്. അവസാനം ഇടയിൽ വെച്ച് മക്കത്തേക്ക് ഉമ്മാനെ കാണാൻ ചെല്ലുമ്പോ യമനിൽ നിന്ന് കിട്ടിയ സമ്മാനത്തിന്റെ വലിയ കിഴിയുമായി ഉമ്മയുള്ള വീട്ടിന്റെ കവാടത്തിലേക്ക് ചെല്ലുമ്പോ ഉമ്മ ചോദിക്കുന്നു, മോനെ കയ്യിലുള്ള കിഴിയിൽ പൊതിയിൽ എന്താണ് മോനെ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഉമ്മാനെ കാണാൻ ഈ വീട്ടിലേക്ക് കടക്കേണ്ടതില്ല, ഇറങ്ങിക്കോ പുറത്തേക്ക്. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞു, എനിക്കിതിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല ഉമ്മ, ഇതിനെ സ്നേഹിച്ചിട്ടല്ല ഉമ്മ, ഇതെല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നപ്പോ കഷ്ടപ്പെട്ട് പഠിക്കാൻ പറഞ്ഞു വിട്ട ഉമ്മാക്ക് ഒരു സന്തോഷ സമ്മാനമെന്ന നിലക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. ഉമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്ക് 1000 വട്ടം ആവശ്യമില്ല. അത് കൊണ്ടുവന്ന മക്കത്തെ പാവപ്പെട്ടവർക്കങ്ങ് സ്വതക്ക ചെയ്തിട്ട് അവർക്ക് സമ്മാനം കൊടുത്തിട്ട് ഒരു ചില്ലിക്കാശ് പോലുമില്ലാതെയാണ് ശാഫിഈ ഇമാം തങ്ങൾ വീട്ടിലേക്ക് കയറുന്നത്. ആ ശാഫിഈ ഇമാം തങ്ങൾ ഒരു പാവപ്പെട്ട മുതഅല്ലിമാണ്.